നമസ്കാരം. KS കിസാമറിന്റെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇതൊരു വന്നു കയറിയ പെട്ടിയാണ്. ഈ വന്നു കയറിയ പെട്ടിക്കകത്ത് നമുക്ക് അടകൾ കാളംപോളം പിടിപ്പിച്ചിരിക്കുകയാണ്. അതൊന്ന് നമുക്ക് എടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി നമ്മളൊന്ന് തുറക്കാൻ പോവാണ്. നീച്ച് വന്ന് പോയിട്ട് നമുക്ക് ഈ അടകളെല്ലാം ഒന്ന് എടുക്കണം. ഈ അടകൾ ഇതൊക്കെ ഇപ്പോൾ കണ്ടോ, ഈച്ചയെല്ലാം താഴോട്ട് പോയിരിക്കുക. കണ്ടോ, ഈച്ചയെല്ലാം പോയി. ഈ അടകൾ അങ്ങോട്ടും തലങ്ങനെയും വിലങ്ങനെയും എല്ലാം അവിടെ ക്ലോസ് ചെയ്താണ് അവർ പിടിപ്പിച്ചേക്കുന്നത്. ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ചെറിയ പണിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമുക്കിങ്ങനെ ഇതിനെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതിന്റെ ഈ മൂടി ഒന്ന് മാറ്റി വെക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് ഈ പൊങ്ങി നിൽക്കുന്ന അടകൾ നമുക്ക് സാവകാശം ചെത്തിക്കളയാം. ഇത് തലങ്ങനെയും വിലങ്ങനെയാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇതിനെ ചെറിയ പണിയുണ്ട് എടുത്തൊരു ലെവലാക്കാൻ. തേൻ വന്നു തുടങ്ങി, അതുകൊണ്ടാണ്. അല്ല പിന്നെ ഇത് എടുത്ത് കെട്ടിക്കഴിയുമ്പോൾ പോയെങ്കിലോ നമുക്ക് ഞാൻ തൊടാതെ വെച്ചതാ. ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് മുകളിൽ കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ തേൻ ചെത്തി എടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മൾ എന്നാ ചെയ്തുണ്ടോ, ഇവിടെ ഈ സൈഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഈ സൈഡ് പൊങ്ങി നിൽക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. അല്ലെ പിന്നെ അവന്മാർ അത് തന്നെ പിടിപ്പിച്ചുകൊണ്ടിരിക്കും. ഒന്ന് അരിഞ്ഞു കൊടുക്കാം. ഇവിടെ ഇപ്പം തന്നെ അത് ക്ലിയറായി. ഇനി അതിനെ ഒന്ന് വെടിയിച്ചെടുക്കണം. ഇപ്പം അതൊക്കെ പുറകോട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി എല്ലാം പിടിപ്പിച്ച് വെച്ചേക്കുക, തലങ്ങനെ വിലങ്ങനെ. തൽക്കാലം നമുക്ക് ഒരു പെട്ടി എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇതിനെ ഒന്ന് ട്രാൻസ്ഫർ ആക്കാം. തടകൾ കണ്ടമാനം കൂട്ടി കഴിപ്പിച്ചേക്കുക. അല്പം മാറിയെന്നേ, ചിലപ്പോൾ ഈ പൊക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് വരും. എല്ലാം കാളമ്പോളം പിടിപ്പിച്ചേക്കുക. ഇനി അടുത്ത് നിർത്തൂ. ഇത് നമുക്ക് സാവകാശം നമുക്ക് ഒന്ന് റെഡിയാക്കി വെക്കാം. ഈ സൈഡൊന്ന് നമുക്ക് ചെത്തി കൊടുക്കാം. അങ്ങനെ ഒരട നമുക്ക് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അടേനെ നമുക്ക് ഒരു പെട്ടിയിലേക്ക് മാറ്റാം, ഇട കിട്ടാൻ വേണ്ടി. ഇവിടെ അടി പിടിപ്പിച്ചിട്ടുണ്ട്. അടിയിൽ എന്തോ ഒരു പിടുത്തം പോലുണ്ട്. അത്യാവശ്യം മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഇത് ആണീച്ചറൊക്കെ മുട്ട ധാരാളം അടിച്ചിട്ടുണ്ട്. ഇത് വന്നു കയറുന്ന വെട്ടിയല്ലേ, നമുക്കറിയത്തില്ലോ ഇതിന്റെ ലെവലും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിനെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് പണി കിട്ടും. അതിപ്പം ഈ ഇരിക്കുന്ന നമ്മുടെ അത് കുഴപ്പമില്ല. ഈ ഇരിക്കുന്ന മെഴുകുകളെല്ലാം ചെത്തി ലെവലാക്കണം കേട്ടോ. ഇതിനെ നമുക്ക് തൽക്കാലം ഇവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിക്കകത്തോട്ട് ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് ഇട കിട്ടത്തില്ല. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ ഉള്ള ഒരു നല്ല അടയുണ്ട്, അവനെ ഒന്ന് വൃത്തിയാക്കണം. ഒന്ന് ഒതുങ്ങാൻ വേണ്ടി ചെറിയൊരു പോക കൊടുക്കുന്നതല്ല, ചെറിയ
അതിന് ശേഷം നമുക്ക് ഇവരെ എടുത്ത് ഈ അട ലെവലായതുകൊണ്ട് ഇതൊന്ന് ക്ലിയർ ആക്കി നമുക്ക് ഇവിടുത്തെ തന്നെ വെക്കാം, മാറ്റി വെക്കാം. ഈ സൈഡിലുള്ളതെല്ലാം ചെത്തി കൊടുക്കണം. പിന്നെ അവന്മാർ അതുപോലെ തന്നെ പിടിപ്പിച്ചു കളയും. ഈ മുകളിലുള്ള എല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കുക. എന്നിട്ട് നമുക്ക് ഈ അടയും കൂടി എടുത്ത് നമുക്ക് ഇങ്ങോട്ടിടാം. റാണിയിലൊന്നും നോക്കണ്ട, നമ്മളിത് വൃത്തിയാക്കി വെക്കുന്നതുകൊണ്ട് ഇത് പെട്ടിക്കത്തന്നെയല്ലേ വെക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഈച്ച മാറ്റാതെ പണി ആവില്ല. കാരണം ഇത് അത് നമുക്ക് ഈച്ചനെ ഒന്ന് ഒഴിവാക്കണം. ഈച്ച ഒഴിവാക്കിയിട്ട് വേണം കെട്ടാൻ. നമ്മൾ ഇതിനകത്തുനിന്ന് ഇത് ഒരാടിങ്ങനെ പൊളിഞ്ഞിരിക്കുക, അങ്ങനെ താഴെ വെച്ചിട്ട് ഈച്ച അടിച്ച് താഴോട്ട് കാണണം. ഇത് നമുക്ക് കെട്ടാതിരിക്കാൻ പറ്റില്ല. മാറി ഇതിലേക്ക് ലെവലായിട്ട് കെട്ടിക്കൊടുക്കാം. നമ്മളിതുപോലെ ഒരു കമ്പിയുള്ള ഇതിലേക്കാണ് കെട്ടിക്കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ കമ്പിയുള്ള ഇതിനകത്തോട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പിയുടെ സെൻറ്ററിൽ കൂടെ ഒന്ന് വരിയുന്നു. ആ മുട്ട പൊക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ. ഇങ്ങനെ പിടിച്ചോണ്ടേ ഒരു റബ്ബർ ബാൻഡ് മുട്ടിട്ട് കൊടുക്കാം. ഈച്ച കൂട്ടി അട കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ കമ്പി ഉള്ളതുകൊണ്ട് കമ്പിക്കകത്ത് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കാം. അവിടെ നമ്മൾ തള്ളി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ സൈഡിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, രണ്ടടയായിട്ടിരിക്കുന്നത് കണ്ടോ, രണ്ടടയാട്ട. ഇത് രണ്ടടയായിട്ടിരിക്കുന്നത്. നമുക്കിതിനെ ചെറിയ പണി എടുക്കേണ്ടി വരും. രണ്ടടയാണ്. ഇത് നമുക്ക് ചെത്തി വൃത്തിയാക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം, ഇതിന് പതുക്കെ ഇവിടെ ഒന്ന് നാട്ടി കൊടുക്കാം. ഇങ്ങനെ കൂട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം.
ഇപ്പോൾ ഒരട പൊട്ടി മാറിയിരിക്കുകയാണ്. ഇനി അടുത്ത ഈ ഒരു അടയേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അതിനകത്തോട്ട് പതുക്കെ തള്ളിക്കൊടുക്കാം. കംപ്ലീറ്റ് ആണീച്ചണ മുട്ടയാണ്. നമുക്ക് മുകളിൽ കെട്ടി കൊടുക്കാൻ പാകത്താണ്. എന്നാലിപ്പോൾ നമുക്ക് കെട്ടി വെച്ചേക്കാം. ഈ കമ്പിയില്ലാത്ത ഫ്രെയിമാ, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടാച്ചാൽ മതി. അട കെട്ടി വരും. അട കെട്ടി കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്തിട്ട് നമുക്ക് ചെത്തി വൃത്തിയാക്കി വെക്കാം. ഈച്ച വയലൻ്റ് ആയില്ല, അതുകൊണ്ട് പിന്നെ പുകയുടെ ആവശ്യമില്ല നമുക്ക്. ഇത് നമുക്ക് ഇങ്ങനെ അടിയിൽ മുട്ടിച്ചു കൊടുക്കാം. അവർ മുകളിലോട്ട് മുട്ടിച്ചോളും. നമുക്കിത് പിന്നീട് നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി. സാധാരണ രീതിയിൽ ഇത് ഇടയിട്ടൊന്ന് കെട്ടേണ്ടതാണ്. ഇത് ആണീച്ചറ മുട്ടയുണ്ട്. ഞാൻ മുകളിൽ ബ്രൂട്ട് ചേമ്പർ തന്നെ ഒരേ ഇത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് തന്നെ കൊടുത്താൽ മതി. തൽക്കാലം ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് നമുക്കിങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തിയാൽ മതി. ചെറിയ ഇതൊക്കെ ഉണ്ടാകുന്ന വളമെല്ലാം ഒന്ന് ഓർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് അകത്തൊരെണ്ണം കൂടെ കിടപ്പുണ്ട്, അതിനെ എടുക്കാം. ഇത് ലെവലാക്കണം. ഇതൊന്ന് കണ്ടോ, ഇങ്ങനെ ലെവലാക്കി എടുക്കാം. തൽക്കാലം നമുക്ക് ഒരു ഫ്രെയിം കമ്പിയില്ലാതെ കെട്ടി കളിക്കാം. ഇത് കമ്പിയില്ലാതെ നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കുന്ന രീതിയാണ്. അപ്പം അടിയിലേക്കാണ് നമുക്ക് നിൽക്കേണ്ടത്. അപ്പം എന്നാ ഇത് ഇവിടെ തിരിച്ചു പിടിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതേലും ഒന്ന് ചെത്തിക്കളയാം. ഈ ചെത്തി വൃത്തിയാക്കിയില്ലെങ്കിൽ ഇവർ അതേ കൂടെ എല്ലാം പിടിപ്പിക്കും. പിന്നെ ഇതുണ്ട്. ഇത് കാണിക്കുന്ന വെച്ചാൽ നേരത്തെ കമ്പിയെ കെട്ടി കാണിച്ചു, ഇപ്പോൾ കമ്പി ഇല്ലാതെ കെട്ടി കാണിക്കുന്നു. ഇത് നമുക്ക് അടിയിൽ മുട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഇവിടെ ഒരു കെട്ട് കെട്ടണം. റബ്ബർ ബാൻഡുള്ള പാലിടുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തില്ല. ഒരു ക്ലിപ്പ് ഇട്ടാലും മതി. ഈ അട ഏകദേശം ഒരു വളഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് അടിയിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കാനും അതാണ് എളുപ്പം. മറ്റേ ആ തേനും എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഒന്നാമത് അടയ്ക്ക് വളമായിരുന്നു, അത് വളഞ്ഞിരിക്കുന്ന അടയായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈ രീതി ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പം അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ കൈക്കകത്തോട് എടുക്കുക. ഇങ്ങനെ കൈ തമ്മിൽ തിരിക്കുക. തേനായോട് പൊങ്ങുന്നില്ല, കണ്ണുപിടിക്കുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ കൊണ്ട് കൊളുത്തണം. ഇങ്ങനെ കണ്ടോ. എന്നിട്ട് അടുത്തതിനെ ഇവിടെ വെക്കുക, കയറ്റിയിടുക.
താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇതിനെ ഇവിടെ വന്നു. അപ്പോൾ ഈ അട ഇവിടെ ക്ലിപ്പായി. ഇതുണ്ടോ, ഒന്ന് നമ്മളിതിനെ ഒന്ന് ലെവലാക്കി കൊടുക്കുക ചെറുതായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നോക്കിയിട്ട് കൊടുക്കാം. ഇവിടെ ഇരിക്കുന്ന ഒരട ഏകദേശം ലെവലാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ നേരത്തെ നമ്മൾ പെട്ടിക്കകത്ത് അട വൃത്തിയായിട്ട് വെച്ചിരുന്ന 2 അടയുണ്ട്, അവനെ നമുക്ക് എടുത്തോണ്ട് ഇതിൽ ആണീച്ചയുടെ മുട്ടയുടെ നമുക്ക് പിന്നെ ചെത്തി കളഞ്ഞാൽ മതി. ഇപ്പം നമ്മളുടെ ഏകദേശം എല്ലാം ലെവലാക്കി ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഇത് നമ്മൾ വൃത്തിക്ക് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറേ നാളായിരുന്നു ഈച്ച ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിനൊന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. മഴയില്ല, എന്നാലും ഒന്ന് ഷീറ്റ് ഇട്ടേക്കാം ചുമ്മാ.